വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററായ മാറ്റത്തിൻ്റെ പൊരുളാണ് കേട്ടോ. മാറ്റത്തിൻ്റെ പൊരുൾ ഈ ചാപ്റ്ററിൽ പറയുന്നത് ഫിസിക്സിൻ്റെ ഭാഗമാണ്. ഊർജ്ജങ്ങളിൽ യാന്ത്രികോർജ്ജം, വൈദ്യുതോർജ്ജം, പ്രകാശോർജ്ജം, അങ്ങനെ രാസമാറ്റങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അങ്ങനെ രാസമാറ്റം നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഭൗതിക മാറ്റം നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ നടക്കുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അതുപോലെ നമ്മുടെ ചാനലിൽ പുതിയ SCERT ക്ലാസ്സുകളായ 5ാം ക്ലാസ് 7ാം ക്ലാസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 9ാം ക്ലാസ്സിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യനും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് പോകാം. മാറ്റത്തിൻ്റെ പൊരുളിലെ മാറ്റത്തിൻ്റെ പൊരുൾ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നോക്കി ഈ ചിത്രത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് നോക്കി. ഒരു വണ്ടി പോകുന്നുണ്ട്, ഒരു ട്രാക്ടർ ഓടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കി ഇവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഇവിടെ കുട്ടികൾ കളിക്കുന്നുണ്ട് അല്ലേ, കുട്ടികൾ കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കിയാൽ ബൾബ് പ്രകാശിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ഇവിടെ കാണുന്നത്, ഒരു ട്രാക്ടർ പോകണമെന്ന് പറഞ്ഞു, ഒരു വണ്ടി പോകണമെന്ന് പറഞ്ഞു അല്ലേ നമ്മൾ. പിന്നെ എന്താണ് പറഞ്ഞത്, നോക്കിയേ ഇവിടെ മോട്ടർ അടിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ പല പല പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് അല്ലേ. പന്ത് കളിക്കുന്ന കുട്ടികൾക്ക് ആ പ്രവൃത്തി ചെയ്യുവാനുള്ള കഴിവ് വേണ്ടേ. ഭക്ഷണത്തിൽ നിന്നാണ് അതിന് വേണ്ട ഊർജ്ജം ലഭിക്കുന്നത് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ പഠിച്ചല്ലോ, ഊർജ്ജം ലഭിക്കുന്നത് ഭക്ഷണത്തിൽ നിന്നാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ എല്ലാറ്റിനും ഊർജ്ജം വേണമെന്ന് മനസ്സിലായി. പകൽ സമയത്ത് എല്ലാം കാണാൻ സൂര്യപ്രകാശം നമ്മെ സഹായിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ പ്രകാശം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഊർജ്ജ രൂപമാണ്. അപ്പോൾ പ്രകാശം എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഊർജ്ജ രൂപമാണ്. അപ്പോൾ പ്രകാശം എന്ന് പറയുന്നത് എന്താണ്, പകൽ സമയത്ത് നമുക്ക് സൂര്യപ്രകാശം നമ്മൾ സഹായിക്കുന്നുണ്ട് കണ്ണ് കാണാനായിട്ടൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രകാശം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഊർജ്ജ രൂപമാണ്. രാത്രി ഈ ആവശ്യത്തിന് വൈദ്യുതി ഉപയോഗിച്ച് പ്രകാശം ഉണ്ടാക്കുകയാണല്ലോ നാം ചെയ്യുന്നത് അല്ലേ. രാത്രി നമ്മൾ വൈദ്യുതി ഉപയോഗിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്, വൈദ്യുതി ഉപയോഗിച്ചിട്ടാണ് പ്രകാശം ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ് മാറ്റം സംഭവിച്ചിരിക്കുന്നത്, വൈദ്യുതോർജ്ജം എന്തായിട്ട് മാറി, പ്രകാശോർജ്ജമായിട്ട് മാറിയില്ലേ. ഭക്ഷണം പാകം ചെയ്യാനായിട്ട് നാം ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഭക്ഷണം പാകം ചെയ്യാനായിട്ട് താപം ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ഉപയോഗിക്കുന്നത്, താപം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, താപോർജ്ജമാണ്. ഫാൻ പ്രവർത്തിപ്പിക്കാൻ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്, വൈദ്യുതോർജ്ജമാണ് അല്ലേ. വൈദ്യുതോർജ്ജം ആണ് നമ്മൾ ഫാൻ പ്രവർത്തിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ ഊർജ്ജ രൂപങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നോക്കി, മോട്ടോർ വാഹനങ്ങൾ പ്രവർത്തിക്കുമ്പോഴുള്ള എന്താണ് ലഭിക്കുന്നത്, ഇന്ധനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജമാണ് അല്ലേ. പ്രവർത്തിക്കുന്നതിന് കാരണം തുണി ഉണക്കുന്നതിന് എന്തായിരിക്കും, താപോർജ്ജമാണ് അല്ലേ. ബൾബുകൾ പ്രകാശിക്കുന്നതിന് പ്രകാശോർജ്ജം, ഉച്ചാഭാഷിണി പ്രവർത്തിക്കുന്നതിന് ശബ്ദോർജ്ജം. അങ്ങനെ താപം, വൈദ്യുതി, പ്രകാശം, ശബ്ദം എന്നിവയെല്ലാം എന്താണ്, വിവിധ ഊർജ്ജ രൂപങ്ങളാണ്. താപം, വൈദ്യുതി, പ്രകാശം, ശബ്ദം എന്നിവയൊക്കെ എന്താണ്, വിവിധ ഊർജ്ജ രൂപങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കി ബൾബ് പ്രകാശിക്കുന്നുണ്ട് അല്ലേ. ഈ ബൾബ് പ്രകാശിക്കുമ്പോൾ നമുക്ക് പ്രകാശോർജ്ജം മാത്രമാണോ ലഭിക്കുന്നത്, അല്ല അല്ലേ, ചെറിയൊരു ചൂടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എന്താണ് ലഭിക്കുന്നത്, താപോർജ്ജം അവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിരലൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് വിരലുകൂടെ തൊട്ട് നോക്കാൻ പറയുന്നുണ്ട് ബൾബ്. അപ്പോൾ നമുക്ക് മനസ്സിലായി താപോർജ്ജം ഉണ്ടാകുന്നുണ്ടെന്ന് അല്ലേ. ഊർജ്ജത്തിൻ്റെ വിവിധ രൂപങ്ങൾ പറയുന്നുണ്ട്. ടോർച്ച് പ്രകാശിക്കുന്നു. ടോർച്ച് പ്രകാശിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, പ്രകാശോർജ്ജമാണ് ഉപയോഗിക്കുന്നത് അല്ലേ. പ്രയോജനപ്പെടുത്തുന്ന ഊർജ്ജ രൂപം ഏതാണെന്ന് നമ്മൾ പറഞ്ഞു, പ്രകാശോർജ്ജമാണ്. അതുപോലെ തന്നെ മെഴുകുതിരി കത്തുന്നുണ്ടെങ്കിലോ, മെഴുകുതിരി കത്തുന്നത് എന്താണ്, രാസോർജ്ജമാണ് അല്ലേ. അതുപോലെ തന്നെ അടുപ്പിൽ വിറക് കത്തുന്നത് എന്താണ്, താപോർജ്ജമാണ്. വൈദ്യുതി ബൾബ് പ്രകാശിക്കുന്നു, പ്രകാശോർജ്ജം. പടക്കം പൊട്ടുന്നു, ശബ്ദോർജ്ജം. അങ്ങനെ പല പല പ്രവൃത്തികൾക്കും ഊർജ്ജം വേണമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെയൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കില്ല കേട്ടോ. ഈ മാറ്റങ്ങളായിരിക്കും കൂടുതലായിട്ട് ചോദിക്കുക. അത് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ നോക്കിയേ, പൂത്തിരി കത്തുന്നതിൽ എന്തുണ്ടായിരിക്കും, താപോർജ്ജം ഉണ്ടായിരിക്കും, പ്രകാശോർജ്ജം ഉണ്ടായിരിക്കും അല്ലേ. മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ എന്താണ്, യാന്ത്രികോർജ്ജം ഉണ്ടാകുന്നുണ്ട് അല്ലേ. മിക്സി പ്രവർത്തിക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്, ശബ്ദോർജ്ജം ഉണ്ടാകുന്നുണ്ട്. ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിക്കുമ്പോൾ യാന്ത്രികോർജ്ജം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഉണ്ടാകുന്നത്, ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിക്കുമ്പോൾ യാന്ത്രികോർജ്ജം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ താപോർജ്ജം, യാന്ത്രികോർജ്ജം, വൈദ്യുതോർജ്ജം എന്ന് പറയുന്ന ഊർജ്ജങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജ രൂപങ്ങൾ എന്തായിരിക്കും, യാന്ത്രികോർജ്ജം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ശബ്ദോർജ്ജവും ഉണ്ടാകുന്നുണ്ട്. ഊർജ്ജം ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും. അവിടെ നമുക്ക് മനസ്സിലായില്ലേ. നമുക്കറിയാലോ, ഇപ്പോൾ നമ്മളൊരു മിക്സി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ യാന്ത്രികോർജ്ജമാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ വൈദ്യുതോർജ്ജം ഉണ്ടാകുന്നുണ്ട്, യാന്ത്രികോർജ്ജം ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ എന്തായിട്ട് മാറാണ് ചെയ്യുന്നത്, ഊർജ്ജം ഒരു രൂപത്തിൽ നിന്ന് വേറെ രൂപത്തിലേക്ക് മാറാണ് അല്ലേ. എന്തായി മാറും, ശബ്ദോർജ്ജമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഊർജ്ജം ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ പറ്റുമെന്ന് മനസ്സിലായി. അങ്ങനെ പറയുന്നു, മിക്സിയും മോട്ടോറും പ്രവർത്തിപ്പിക്കാൻ വൈദ്യുതോർജ്ജമാണ് നാം ഉപയോഗിക്കുന്നത്. മിക്സിയും മോട്ടോറും പ്രവർത്തിപ്പിക്കാനായിട്ട് വൈദ്യുതോർജ്ജം നാം ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. മിക്സി പ്രവർത്തിക്കുന്നതിനായിട്ട് മോട്ടോർ പ്രവർത്തിക്കുന്നതിന് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, വൈദ്യുതോർജ്ജം ഉപയോഗിക്കുന്നുണ്ട്. പൂത്തിരി കത്തുന്നതിനും മോട്ടോർ സൈക്കിൾ പ്രവർത്തിക്കുന്നതിനോ യാന്ത്രികോർജ്ജം നടക്കുന്നുണ്ട്. പൂത്തിരി കത്തുമ്പോൾ എന്താണ്, ശബ്ദോർജ്ജം ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ പ്രകാശോർജ്ജം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്താണ് യാന്ത്രികോർജ്ജം എന്ന് നോക്കാം. രാസോർജ്ജം എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് നോക്കാം.
അപ്പോൾ എന്താണ് യാന്ത്രികോർജ്ജം എന്ന് വെച്ചാൽ വൈദ്യുതോർജ്ജമോ ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമോ എൻജിൻ പ്രവർത്തിക്കുന്നതിനും അതുവഴി യന്ത്രഭാഗങ്ങൾ ചലിക്കുന്നതിനും കാരണമാകുന്നു. യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെയുള്ള യാന്ത്രികോർജ്ജമാണ് വാഹനങ്ങളെ ചലിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് യാന്ത്രികോർജ്ജം എന്ന് വെച്ചാൽ വൈദ്യുതോർജ്ജമോ അല്ലെങ്കിൽ ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമോ എൻജിൻ പ്രവർത്തിക്കുന്നതിനും അതുപോലെ തന്നെ യന്ത്രഭാഗങ്ങൾ ചലിക്കുന്നതിനും എൻജിൻ പ്രവർത്തിക്കുക അതുപോലെ തന്നെ ഏതൊക്കെ ഇപ്പോൾ ചക്രമാണെന്നുണ്ടെങ്കിൽ ചക്രം മൂവ് ചെയ്യുക അപ്പോൾ അതുണ്ട് യന്ത്രഭാഗങ്ങൾ ചലിപ്പിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. ഇങ്ങനെ യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെയുള്ള യാന്ത്രികോർജ്ജമാണ് വാഹനങ്ങളെ ചലിപ്പിക്കുന്നത്. ഇപ്പോൾ വാഹനങ്ങൾ ചലിക്കാൻ കാരണം എന്താണ്? യാന്ത്രികോർജ്ജമാണ്. യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെ കിട്ടുന്ന ഊർജ്ജത്തെയാണെന്ന് പറയുന്നത് യാന്ത്രികോർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് വാഹനങ്ങളെ ചലിപ്പിക്കുന്നത്. ഇനി എന്താണ് രാസോർജ്ജം എന്ന് വെച്ചാൽ നോക്കിയേ. രാസോർജ്ജം എന്ന് വെച്ചാൽ എന്താണ്? പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജമാണ് രാസോർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജമാണ് രാസോർജ്ജം. പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ സൗരോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏതാണ് ചോദിക്കാല്ലേ? എന്താണ് നടക്കുന്നത്? പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ എന്താക്കി മാറ്റുന്നു? സൗരോർജ്ജം രാസോർജ്ജമാക്കി മാറ്റുന്നു അല്ലേ? സൗരോർജ്ജം എന്ന് വെച്ചാൽ സൂര്യപ്രകാശം നമ്മളോട് ഉപയോഗിക്കുന്നുണ്ട് പ്രകാശ സംശ്ലേഷണത്തിന്. അപ്പോൾ ഈ സൗരോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റാണ് ചെയ്യുന്നത്. ഇങ്ങനെ സംഭരിക്കുന്ന രാസോർജ്ജം ആഹാര പദാർത്ഥങ്ങളിലൂടെ ജീവകങ്ങളിൽ എത്തുന്നു. ഇങ്ങനെ സംഭരിക്കുന്ന രാസോർജ്ജം എങ്ങനെയാണ് എത്തുന്നത്? ആഹാര പദാർത്ഥങ്ങളിലൂടെ ജീവികളിൽ എത്തുന്നു. ആഹാര പദാർത്ഥങ്ങളിലൂടെയാണ് ജീവികളിൽ എത്തുന്നത്. എന്ത്? രാസോർജ്ജം ആഹാര പദാർത്ഥങ്ങളിലൂടെയാണ് ജീവികളിൽ എത്തുന്നത്. അപ്പോൾ നോക്കിയേ, വിറക് കത്തുമ്പോൾ ലഭിക്കുന്നത് സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെട്ട രാസോർജ്ജമാണ്. വിറക് എന്ന് പറയുന്നത് എന്താണല്ലേ? സസ്യത്തിൽ നിന്ന് ലഭിക്കുന്നതല്ല. അപ്പോൾ എന്താണ് പറയുന്നത്? വിറക് കത്തുമ്പോൾ ലഭിക്കുന്നത് സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെടുന്ന രാസോർജ്ജമാണ്. അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്ത് മനസ്സിലായി? എല്ലാ വസ്തുക്കളിലും എന്തുണ്ടെന്ന് മനസ്സിലായി? രാസോർജ്ജം ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഓക്കെ ആണല്ലോ. യാന്ത്രികോർജ്ജവും രാസോർജ്ജവും. യാന്ത്രികോർജ്ജം എന്ന് വെച്ചാൽ എന്താണ്? യന്ത്രം ചലിപ്പിക്കേണ്ടാകുന്ന ഊർജ്ജത്തെയാണ് യാന്ത്രികോർജ്ജം എന്ന് പറയുന്നത്. രാസോർജ്ജം എന്ന് വെച്ചാൽ എന്താണ്? പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്നതാണ് അല്ലേ? അതായത് സസ്യങ്ങളിലൊക്കെ ഉണ്ടായിരിക്കുന്നത് രാസോർജ്ജമാണ് എന്ന് മനസ്സിലായി. ഓക്കെ ആണല്ലോ. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്നതാണ് രാസോർജ്ജം എന്ന് പറയുന്നത്. പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ എന്താണ് മാറ്റമാണ് സംഭവിക്കുന്നത്? രാസോർജ്ജം എന്താണ് പറയുന്നത്? സൗരപ്രകാശമില്ല. അപ്പോൾ സൂര്യപ്രകാശമില്ല. അപ്പോൾ എന്താണ്? സൗരോർജ്ജം രാസോർജ്ജമായിട്ട് മാറാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇപ്പോൾ സോളാർ കാറൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്? സൗരോർജ്ജം ഉപയോഗിച്ചിട്ടായിരിക്കും ഓടുന്നത് സോളാർ കാറിൽ. പെട്രോൾ കാറാണെങ്കിലോ പെട്രോൾ ഉപയോഗിച്ചിട്ടായിരിക്കും ഓടുന്നത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഫ്ലോ ചാർട്ടിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ നമ്മൾ ഫോസിൽ ഇന്ധനങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? കൽക്കരി, പെട്രോൾ, ഡീസൽ, LPG ഒക്കെ എന്താണ്? ഫോസിൽ ഇന്ധനങ്ങളാണ് അല്ലേ? അപ്പോൾ എത്ര മാറ്റങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെയാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ബൾബ് പ്രകാശിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ? വൈദ്യുതോർജ്ജം എന്ന് പറയുന്നത് പ്രകാശോർജ്ജം താപോർജ്ജമായിട്ട് മാറും. അല്ലെങ്കിൽ പ്രകാശം താപം ഉണ്ടാകുന്നുണ്ട്. വെള്ളം എടുക്കുന്നതിനായിട്ട് മോട്ടോർ പ്രവർത്തിപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വൈദ്യുതോർജ്ജം എന്തായിട്ട് മാറുന്നുണ്ട്? യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ശബ്ദോർജ്ജമായിട്ട് മാറുന്നുണ്ട് അല്ലേ? നെക്സ്റ്റ്, തീപ്പെട്ടിക്കൊള്ളി കത്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ രാസോർജ്ജമാണ് സംഭവിക്കുന്നത് അല്ലേ? അപ്പോൾ എന്തായിട്ട് മാറുന്നു? രാസോർജ്ജം എന്തായിട്ട് മാറും? പ്രകാശോർജ്ജമായിട്ട് മാറുന്നു അല്ലേ? നെക്സ്റ്റ്, മിക്സി പ്രവർത്തിക്കുമ്പോൾ യാന്ത്രികോർജ്ജം അല്ലെങ്കിൽ വൈദ്യുതോർജ്ജമായി. ഒന്നില്ലെങ്കിൽ പറയാം യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ പറയാം വൈദ്യുതോർജ്ജം എന്തായി മാറും? ശബ്ദോർജ്ജമാകുന്നുണ്ടെന്ന് പറയാം. റേഡിയോയിൽ വാർത്ത കേൾക്കുന്നതോ? റേഡിയോയിൽ നിന്ന് വാർത്ത കേൾക്കുമ്പോൾ എന്താണ്? വൈദ്യുതോർജ്ജം എന്തായിട്ട് മാറാണ് ചെയ്യുന്നത്? നമ്മൾ വാർത്ത കേൾക്കൽ ചെയ്യുന്നത്. അപ്പോൾ ശബ്ദോർജ്ജമായിട്ട് മാറാണ് ചെയ്യുന്നത്. അങ്ങനെ പല ഊർജ്ജ രൂപങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഊർജ്ജം പരമാവധി ഉപയോഗപ്പെടുത്താൻ ഉപകരണങ്ങളിൽ എന്താണ്? ഊർജ്ജ നഷ്ടം കുറയ്ക്കേണ്ടതായിട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് നടത്തുന്ന വിവിധ പ്രവൃത്തികൾ നിങ്ങൾക്ക് അറിയാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ നോക്കിയാൽ മിക്സി പ്രവർത്തിക്കുന്നു, അതുപോലെ തന്നെ ഫാൻ കറങ്ങുന്നു, ബൾബ് കത്തുന്നു എന്നിവയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വൈദ്യുതോർജ്ജമാണല്ലേ ഉപയോഗിക്കുന്നത്. മിക്സിയിലാണെന്നുണ്ടെങ്കിലും ഫാനിലാണെന്നുണ്ടെങ്കിലൊക്കെ എന്താണ്? വൈദ്യുതോർജ്ജം ഉപയോഗിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? യാന്ത്രികോർജ്ജം ഉപയോഗിക്കുന്നുണ്ടെന്നും പറയാം അല്ലേ? ഓക്കെ, ഇപ്പോൾ അടുപ്പ് കത്തുന്നത് നമ്മൾ പറഞ്ഞ സംഭവമാണ് കേട്ടോ. അടുപ്പ് കത്താണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അടുപ്പ് കത്താണെന്നുണ്ടെങ്കിൽ രാസോർജ്ജമാണ്. വിറക് കത്തുന്നത് കേട്ടോ. വിറക് കത്താണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? രാസോർജ്ജം എന്ന് പറയുന്നത് എന്തായിട്ട് മാറാണ് ചെയ്യുന്നത്? പ്രകാശോർജ്ജമായിട്ട് മാറും. അതുപോലെ തന്നെ നല്ല ചൂടുണ്ടായിരിക്കില്ലേ? അപ്പോൾ താപോർജ്ജമായിട്ട് മാറുന്നു. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ടോർച്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? പ്രകാശോർജ്ജമായിട്ട് മാറുന്നുണ്ട് അല്ലേ? പ്രകാശോർജ്ജമായിട്ട് മാറുന്നുണ്ട് രാസോർജ്ജം. അതുപോലെ തന്നെ ഇത്രയൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇനി എന്താണ് ഐസ് ഉരുകുമ്പോൾ നടക്കുന്നതെന്നാണ് പറയുന്നത്. ഐസ് ഉരുകുമ്പോൾ എന്താണ്? എന്തോ മാറ്റങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ? എന്തൊക്കെ മാറ്റമായിരിക്കും അവിടെ നടക്കുന്നുണ്ടായിരിക്കാം? ഐസ് താപോർജ്ജം സ്വീകരിച്ച് ദ്രാവകാവസ്ഥയിലുള്ള ജലമായിട്ട് മാറുന്നുണ്ട്. നമുക്കറിയാലോ, ഐസ് എന്ന് പറയുന്നത് ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കും? താപോർജ്ജം സ്വീകരിച്ച് ദ്രാവകാവസ്ഥയിലുള്ള ജലമായിട്ട് മാറുന്നു. ഈ ജലം വീണ്ടും താപോർജ്ജം സ്വീകരിച്ച് എന്തായിട്ട് മാറും? വാതകാവസ്ഥയിലെത്തി നീരാവിയായിട്ട് മാറില്ലേ? അപ്പോൾ എന്താണെന്ന് മനസ്സിലായി? ജലത്തിൻ്റെ ഒരു വാതകാവസ്ഥയാണല്ലേ നീരാവി എന്ന് പറയുന്നത്. ദ്രാവകാവസ്ഥയിലേക്ക് എത്തിയത് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാണ്? താപോർജ്ജം സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ വാതകാവസ്ഥയിലുള്ള നീരാവിയായിട്ട് മാറും. നീരാവി താപോർജ്ജം നഷ്ടപ്പെടുമ്പോൾ വീണ്ടും ജലമായിട്ടും മാറും അല്ലേ? അപ്പോൾ എന്താ പറയുന്നത്? നീരാവി താപോർജ്ജം നഷ്ടപ്പെടുമ്പോൾ
ജലമായും വീണ്ടും താപോർജ്ജം നഷ്ടപ്പെടുമ്പോൾ ഐസായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഐസ് താപോർജ്ജം സ്വീകരിച്ച് ദ്രാവകാവസ്ഥയിലുള്ള ജലമായിട്ട് മാറും. ജലം വീണ്ടും താപോർജ്ജം സ്വീകരിച്ച് വാതകാവസ്ഥയിലുള്ള നീരാവിയായിട്ട് മാറും. അതുപോലെ നീരാവി താപോർജ്ജം നഷ്ടപ്പെടുമ്പോൾ ജലമായിട്ടും വീണ്ടും താപോർജ്ജം നഷ്ടപ്പെടുമ്പോൾ ഐസായിട്ട് മാറുകയും ചെയ്യുന്നു. ഇനി അവസ്ഥാമാറ്റം കൊടുത്തിട്ടുണ്ട്. വസ്തുക്കൾ മതിയായ അളവിൽ താപോർജ്ജം സ്വീകരിക്കുമ്പോഴും പുറത്തുവിടുമ്പോഴും അവസ്ഥാമാറ്റത്തിന് വിധേയമാവുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്ന് പറയാം കേട്ടോ. വസ്തുക്കൾ മതിയായ അളവിൽ താപോർജ്ജം സ്വീകരിക്കുമ്പോഴും പുറത്തുവിടുമ്പോഴും അവസ്ഥാമാറ്റത്തിന് വിധേയമാവുന്നുണ്ട്. താപോർജ്ജം സ്വീകരിച്ച് ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് വാതകാവസ്ഥയിലേക്കും മാറുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? താപോർജ്ജം സ്വീകരിച്ചിട്ട് ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് വാതകാവസ്ഥയിലേക്കും മാറുന്നു. ഊർജ്ജം പുറത്തുവിട്ട് വാതകാവസ്ഥയിലുള്ള വസ്തുക്കൾ ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് ഖരാവസ്ഥയിലേക്കും മാറുന്നു. നമ്മൾ ഈ പറഞ്ഞ ഐസിനും ജലത്തിനും എക്സാമ്പിൾ വെച്ച് പറഞ്ഞതിനെ ഒന്ന് ഇതാക്കി പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇവിടെ പറയുന്നത്. ഇനി എന്താണ് ഭൗതിക മാറ്റം? ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലേ ഭൗതിക മാറ്റം നടക്കുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ എന്താണ് ഭൗതിക മാറ്റം എന്ന് വെച്ചാൽ അവസ്ഥ, ആകൃതി, വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റങ്ങളെയാണ് ഭൗതിക മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അവസ്ഥ, ആകൃതി, വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റങ്ങളെയാണ് ഭൗതിക മാറ്റങ്ങൾ എന്ന് പറയുന്നത്. വികസിക്കുന്നതും ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതും എല്ലാം ഭൗതിക മാറ്റങ്ങളാണ്. ഭൗതിക മാറ്റങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? വികസിക്കുക, ഉരുക, പൊട്ട, കീറ, നശിക്കുക അല്ലേ, ഒക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഭൗതിക മാറ്റങ്ങളാണ്. ഭൗതിക മാറ്റങ്ങൾ മൂലം പുതിയ പദാർത്ഥം ഉണ്ടാകുന്നില്ല, പുതിയ പദാർത്ഥം അവിടെ ഉണ്ടാവില്ല, അതിന് തന്നെ മാറ്റം സംഭവിക്കുകയാണല്ലേ. അപ്പം അതിനെയാണ് ഭൗതിക മാറ്റം എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഭൗതിക മാറ്റം അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ച് എന്ന് വെച്ചാൽ അവസ്ഥ, ആകൃതി, വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റങ്ങളെയാണ് ഭൗതിക മാറ്റങ്ങൾ എന്ന് പറയുന്നത്. വികസിക്കുന്നതും ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതും എല്ലാം ഭൗതിക മാറ്റങ്ങളാണ്. ഭൗതിക മാറ്റങ്ങൾ മൂലം പുതിയ പദാർത്ഥങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അതാണ് ഭൗതിക മാറ്റം എന്ന് വെച്ചാൽ. ഇനി എന്താണ് രാസമാറ്റം അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച് എന്ന് വെച്ചാൽ പദാർത്ഥങ്ങൾ ഊർജ്ജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനങ്ങളെയാണ് രാസമാറ്റങ്ങൾ എന്ന് പറയുന്നത്. പുതിയ പദാർത്ഥം അവിടെ ഉണ്ടാകുന്നുണ്ട് അല്ലേ. അപ്പോൾ രാസമാറ്റം എന്ന് വെച്ചാൽ എന്താണ്? സ്ഥിരമാറ്റമാണ്. അവിടെ എന്താണ് ചെയ്യുന്നില്ല? പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിന് മാറ്റം സംഭവിക്കുന്നില്ല. അപ്പോൾ പദാർത്ഥങ്ങൾ ഊർജ്ജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്നതിനെയാണ് രാസമാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. നമ്മുടെ ക്ലാസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.